ഇതിലെ ജനനത്തിൻ്റെ സന്ദേശം ആദ്യമായി അറിയിച്ചത് ആട്ടിടയന്മാരെയാണ്. അവർ ചുറ്റുപാടുമുള്ള എല്ലാവരെയും യേശുവിൻ്റെ ജനനത്തെ അറിയിക്കുകയും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഒരിടം പോലും ലഭിച്ചില്ല. അന്ന് പല വീടുകളുടെ മുമ്പിലും യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി സ്ഥലമന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നാം ഈ കരോളിലൂടെ യേശുവിനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്നത് എൻ്റെ ഭവനത്തിൽ യേശുവിന് ഇടമുണ്ട് എന്ന് അതിലൂടെ നാം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും ദൈവാനുഗ്രഹം ഉണ്ടാകാനും അത് ദൈവാനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ഇടവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകും. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യരായ ഞങ്ങളോടുള്ള സ്നേഹനിമിത്തം മനുഷ്യനായി അവതരിച്ച നീ ഞങ്ങൾ ആരാധിക്കുന്നു. മിശിഹായുടെ പിറവിയിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ നിത്യാനന്ദം നൽകി അനുഗ്രഹിക്കണമേ. രക്ഷകന്റെ ജനനം ആട്ടിടയന്മാരെ അറിയിച്ച മാലാഖമാരെ അനുകരിച്ച് ഞങ്ങൾ ആ സദ്വാർത്ത ഞങ്ങളുടെ സഹോദരന്മാരെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ സമൂഹത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ശുദ്ധരൂപ അറിയിച്ച നമ്മുടെ കർത്താവേ ശംസികായുടെ പരിശുദ്ധ സുവിശേഷം. ദൂതനവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സർവ്വജനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ഒരു സ്വർഗീയ സൈന്യം വ്യൂഹം ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആരംഭിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാന. യോഗങ്ങൾ ആശീർവദിക്കും. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനദൃശ്യമാണ് ഉദ്ധാന വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും അപ്പാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന് ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ വഹിക്കുന്ന ഉണ്ണീശോയുടെ രൂപങ്ങൾ ദയാപൂർവം ആശീർവദിക്കണമേ. ലോകാവസാനത്തോടെ ഞങ്ങളോടുകൂടിയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണം ഈ രൂപം ഞങ്ങളിലുള്ളവാക്കട്ടെ. അധ്വാനിക്കുന്നതിനും വാനവഹിക്കുന്നതിനുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയാൻ ഈ രൂപം ഞങ്ങൾക്ക് കാരണമാവട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാത്ര സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും കുടുംബങ്ങളെ ആശീർവദിക്കുകയും കുടുംബാംഗങ്ങളെ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കുകയും അവർ യാചിക്കുന്ന പ്രാർത്ഥനകൾ അവർക്ക് സാധിച്ചു നൽകുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിശുവായി പിറന്ന മിശിഹായെ, ശിശുസഹജമായ ആധ്യാത്മികതയെ ഞങ്ങളെ വളർത്തണമേ. അങ്ങേ സജീവ സാക്ഷ്യമായ ചെങ്കം ലോകത്തിൽ പ്രകാശം പരത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും മാധ്യസ്ഥവും ഉണ്ണീശോയുടെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.